വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ശനിയാഴ്ച നടക്കുന്ന 10th പ്രിലിംസ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് പ്രിലിംസിന് വേണ്ടി സ്റ്റഡി വിൻ PSC കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വളരെ ചെറിയ ഫീസേ ഉള്ളൂ. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി 2 മാത്രം. ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി. കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്: ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു. സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. ഇത് ഓർത്തു വെച്ചോണം. കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ: ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളേവ? ഓപ്ഷൻ ബി 1 ഉം 3 ഉം. ഖേദ സമരം, ചമ്പാരൻ സമരം. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളേവ? ഖേദ സമരം, ചമ്പാരൻ സമരം. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ? ഓപ്ഷൻ എ 1 ഉം 2 ഉം. മൗണ്ട് ബാറ്റൻ പ്രഭു, ഇർവിൻ പ്രഭു. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ: മൗണ്ട് ബാറ്റൻ പ്രഭു, ഇർവിൻ പ്രഭു. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളാണ് AV അലക്സാണ്ടർ, സ്റ്റാഫ്രോഡ് ക്രിപ്സ്. അതും കൂടെ ഓർത്ത് വയ്ക്കുക. സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ബി 2 മാത്രം. കഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത്. സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ കഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭുവാണ്. ഓർത്തു വെച്ചോണം. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ് 1798 നടപ്പിലാക്കിയത്. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ 1798 നടപ്പിലാക്കിയത്. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. ഇതും കൂടെ ഓർത്തു വയ്ക്കുക. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർന്ന് പറയപ്പെട്ട പേരുകൾ? ഓപ്ഷൻ സി 1 ഉം 4 ഉം. മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ: മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? ഓപ്ഷൻ ഡി അയർലൻഡ്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? അയർലൻഡ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം? ഓപ്ഷൻ ബി മണിപ്പൂർ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം മണിപ്പൂർ. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി? ഓപ്ഷൻ ബി രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം? ഓപ്ഷൻ സി രാജസ്ഥാൻ. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. താഴെ പറയുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളതാർക്ക്? ഓപ്ഷൻ സി പാർലമെൻറ്റിന്. താഴെ പറയുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളതാർക്ക്? പാർലമെൻറ്റിന്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തതേത്? ഓപ്ഷൻ ബി 2 മാത്രം. പാലിയം സത്യാഗ്രഹം, വക്കം അബ്ദുൽ ഖാദർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികളാണ്: വൈക്കം സത്യാഗ്രഹം TK മാധവൻ, ഗുരുവായൂർ സത്യാഗ്രഹം K കേളപ്പൻ.
അതും കൂടി ഓർത്ത് വെച്ചോണം. ശരിയായ ജോഡികൾ: വൈക്കം സത്യാഗ്രഹം TK മാധവൻ, ഗുരുവായൂർ സത്യാഗ്രഹം K കേളപ്പൻ. താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പിസ്വാമികളുടെ രചനകളേവ? ഓപ്ഷൻ എ 1ഉം 4ഉം. വേദാധികാര നിരൂപണം, ആദിഭാഷ. താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പിസ്വാമികളുടെ രചനകൾ: വേദാധികാര നിരൂപണം, ആദിഭാഷ. ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളേവ? ഓപ്ഷൻ ഡി 1ഉം 2ഉം 4ഉം. കോവിലകത്തും വാതുക്കൽ തൃശൂർ പൂരം ആരംഭിച്ചു, കൂടൽമാണിക്യ ക്ഷേത്രം പുതുക്കി പണിതു. ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ: കോവിലകത്തും വാതുക്കൽ തൃശൂർ പൂരം ആരംഭിച്ചു, കൂടൽമാണിക്യ ക്ഷേത്രം പുതുക്കി പണിതു. സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകനാര്? ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമി. സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകനാര്? വൈകുണ്ഠസ്വാമി. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ സി 4 മാത്രം. മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തത്. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തത്. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകളാണ്: കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം 1721 ഇത് നടന്നത്. കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. ഓർത്തു വെച്ചോണം. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ടുള്ള യോജിക്കുന്ന പ്രസ്താവനകൾ: കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം 1721 ഇത് നടന്നത്. കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരായ രാജ്യം? ഓപ്ഷൻ ഡി ഫ്രാൻസ്. 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരായ രാജ്യം ഫ്രാൻസ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല? ഓപ്ഷൻ ബി ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഇടുക്കി. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻ ബി ബാർലി. ബാർലി റാബി വിളയാണ്. ഓർത്തു വെച്ചോണം, ബാർലി ഒരു റാബി വിളയാണ്. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടുന്നവയാണ് ചോളം, നെല്ല്, പരുത്തി. ഖാരിഫ് വിളകളിൽ ഉൾപ്പെടുന്നവ ചോളം, നെല്ല്, പരുത്തി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്ന്? ഓപ്ഷൻ എ 1998 മെയ് 17. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തതെന്ന്? 1998 മെയ് 17. 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം? ഓപ്ഷൻ ഡി പെരുങ്കുളം. 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം പെരുങ്കുളം. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി GST സംബന്ധിച്ച നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? ഓപ്ഷൻ സി 101 ഭേദഗതി. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി GST സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? 101 ഭേദഗതി. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥൻ. 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ? ഓപ്ഷൻ ബി NK സിംഗ്. 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ NK സിംഗ്. ഇപ്പോൾ നിലവിലുള്ളത് 16ാം ധനകാര്യ കമ്മീഷനാണ്. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ്. അതും കൂടി ഓർത്ത് വെച്ചോണം. ഇപ്പോഴുള്ളത് 16ാം ധനകാര്യ കമ്മീഷനാണ്. ചെയർമാൻ അരവിന്ദ് പനഗരിയ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? ഓപ്ഷൻ ബി 1, 2, 3 and 4. ശരിയായ പ്രസ്താവനകൾ: പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രി. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജാനുവരി 1. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി PC മഹലോനോബിസ്. താഴെ പറയുന്ന പ്രസ്താവനകളിലെ ശരിയായവ: പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15.
പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രി. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജാനുവരി 1. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി PC മഹ്ലോനോബിസ്. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത്? ഓപ്ഷൻ ബി കറുത്ത മണ്ണ്. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ഓപ്ഷൻ ഡി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ. ഓപ്ഷൻ സി കണ്ടൽ വനങ്ങൾ. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ കണ്ടൽ വനങ്ങൾ. ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദി. ഓപ്ഷൻ സി നർമ്മദ. ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദി നർമ്മദ. സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി രൂപപ്പെട്ടതാണ്? ഓപ്ഷൻ ബി ഗംഗയും ബ്രഹ്മപുത്രയും. സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി രൂപപ്പെട്ടതാണ്? ഗംഗയും ബ്രഹ്മപുത്രയും. ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? ഓപ്ഷൻ സി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം. ഓപ്ഷൻ എ ആസാം. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം ആസാം. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല. ഓപ്ഷൻ ഡി മലപ്പുറം. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല മലപ്പുറം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ. ഓപ്ഷൻ എ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. ഓപ്ഷൻ സി NH 744. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 744. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം. ഓപ്ഷൻ ബി വയനാട്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം വയനാട്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏത്? ഓപ്ഷൻ ഡി പാലക്കാട്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല പാലക്കാട്. സെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ഇടുക്കി. സെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം. ഓപ്ഷൻ ബി നൂറനാട്. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം നൂറനാട്. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല. ഓപ്ഷൻ എ കണ്ണൂർ. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏത്? ഓപ്ഷൻ സി വെള്ളായണിക്കായൽ. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏത്? വെള്ളായണിക്കായൽ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏത്? ഓപ്ഷൻ ഡി കുമളി. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളി. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഓപ്ഷൻ എ ആലുവ. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ആലുവ. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? ഓപ്ഷൻ സി മേപ്പാടി. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? മേപ്പാടി. ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി. ഓപ്ഷൻ എ അയനോസ്ഫിയർ. ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി അയനോസ്ഫിയർ. നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത്. ഓപ്ഷൻ ബി പ്രധാനമന്ത്രി. നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് പ്രധാനമന്ത്രി. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. ഓപ്ഷൻ സി 1098. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098. വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? ഓപ്ഷൻ സി വൈലോപ്പള്ളി ശ്രീധരമേനോൻ. വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? വൈലോപ്പള്ളി ശ്രീധരമേനോൻ. എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ എ ജൂള്. എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ജൂള്. ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം. ഓപ്ഷൻ ഡി തെലുങ്കാന.
ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം തെലങ്കാന. 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത്. ഓപ്ഷൻ ബി രാജ്യത്ത് 5G സേവനങ്ങൾക്ക് തുടക്കം. 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത്. രാജ്യത്ത് 5G സേവനങ്ങൾക്ക് തുടക്കം. ഇന്ത്യൻ എയർഫോഴ്സിനു വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് HAL തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ. ഓപ്ഷൻ എ പ്രചന്ത്. ഇന്ത്യൻ എയർഫോഴ്സിനു വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് HAL തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ പ്രചന്ത്. വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി. ഓപ്ഷൻ സി നൂറുമേനി. വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി നൂറുമേനി. വിറ്റാമിൻ എയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഓപ്ഷൻ സി 1ഉം 2ഉം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ. വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ ആണ്. വിറ്റാമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗം ഉണ്ടാകുന്നു. വിറ്റാമിൻ എയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ. വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ ആണ്. വിറ്റാമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗം ഉണ്ടാകുന്നു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേര് എന്താണ്? ഓപ്ഷൻ എ സ്റ്റേപ്പിസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേരെന്താണ്? സ്റ്റേപ്പിസ്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ സി മണ്ണുത്തി. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? മണ്ണുത്തി. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി. ഓപ്ഷൻ എ തെന്മല. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി തെന്മല. നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? ഓപ്ഷൻ ഡി വൃക്ക. നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? വൃക്ക. 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ ഡി സ്വാന്തേ പേബോ. 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? സ്വാന്തേ പേബോ. കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ മധ്യപ്രദേശ്. കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. രാസസമവാക്യങ്ങൾ ക്രമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ പിണ്ഡം. രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെട്ടിരിക്കുന്നത്? പിണ്ഡം. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓപ്ഷൻ സി ആറ്റോമിക നമ്പർ. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആറ്റോമിക നമ്പർ. ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി സിനബാർ. ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നതിൽ ഏതാണ്? സിനബാർ. പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യുവാൻ കഴിയുന്നത് താഴെ പറയുന്നതിൽ ഏത് കാരണം കൊണ്ടാണ്? ഓപ്ഷൻ ബി മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ട്. പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യുവാൻ കഴിയുന്നത് താഴെ പറയുന്നതിൽ ഏത് കാരണം കൊണ്ടാണ്? മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ട്. ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്. താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ്? ഓപ്ഷൻ സി ജഡത്വം. ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്. താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ്? ഓപ്ഷൻ സി ജഡത്വം. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? ഓപ്ഷൻ ബി കേരള ഹൈക്കോടതി. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേര് താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ ആദിത്യ L1. സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേര് ആദിത്യ L1. കൊതുകിൻ്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം. ഓപ്ഷൻ എ 8. കൊതുകിൻ്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം 8.
പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഓപ്ഷൻ ബി ബ്രോങ്കൈറ്റിസ്. പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ബ്രോങ്കൈറ്റിസ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ഡി ജനീവ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവ. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ഓപ്ഷൻ സി കരൾ. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? കരൾ. ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ഏത്? ഓപ്ഷൻ ബി തലയോട്ടിയിലെ സന്ധി. ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം തലയോട്ടിയിലെ സന്ധി. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജന അവയവം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി വൃക്ക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജന അവയവം തിരഞ്ഞെടുക്കുക. വൃക്ക. ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി ഏത്? ഓപ്ഷൻ ബി മനുഷ്യൻ. ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി ഏത്? മനുഷ്യൻ. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ്? ഓപ്ഷൻ ബി വീണ ജോർജ്. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ്? വീണ ജോർജ്. താഴെ കൊടുക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏത്? ഓപ്ഷൻ ഡി വിറ്റാമിൻ ബി. താഴെ കൊടുക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ ബി. മാരകമായ അസുഖം കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി. ഓപ്ഷൻ എ താലോലം. മാരകമായ അസുഖം കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി താലോലം. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 206. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206. ജീവിതശൈലി രോഗത്തിന് ഒരു ഉദാഹരണം. ഓപ്ഷൻ എ ബ്ലഡ് പ്രഷർ. ജീവിതശൈലി രോഗത്തിന് ഒരു ഉദാഹരണം ബ്ലഡ് പ്രഷർ. ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി ഏത്? ഓപ്ഷൻ ബി വൈറസ്. ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി വൈറസ്. കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏത്? ഓപ്ഷൻ എ ബാക്ടീരിയ. കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ബാക്ടീരിയ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്